നമസ്കാരം. എന്താ കച്ചേരിക്കാണോ? അതെ. ഇരിക്കൂ. കോകില, എന്താ വെത്തിളച്ചെല്ലാം എടുത്തിട്ട് വാ. ആ, എവിടെയാ കച്ചേരി? ചാത്ത കോളനിയില് മുത്തപ്പന്റെയും ദേവിയുടെയും കോവിലില്. അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ്. അന്ത കോളനി, ചാത്തൻ കോളനി. കോവിലിൽ ഉത്സവം തുടങ്ങി. താമസിച്ചാ ക്ഷണിക്കണേന്നറിയാ. എല്ലാം കൂടി ഒത്തു വന്ന ഇപ്പളാ. മറ്റന്നാൾ എങ്ങനെയെങ്കിലും അങ്ങയുടെ കച്ചേരി. ഇംപോസിബിൾ, നടക്കാത്ത കാര്യം. അങ്ങയുടെ പ്രതിഫലം എത്രയായാലും. വാട്ട് പ്രതിഫലം? എന്റെ പ്രതിഫലം 50,000 rupees, 50,000 രൂപ. തരാൻ മുടിയുമാ? തന്നാലും വരില്ല. യു ആർ ഇൻസൾട്ടിങ് മീ. കണ്ട തെണ്ടികളും തെമ്മാടികളും താമസിക്കുന്ന ചീഞ്ഞു നാറുന്ന കോളനിയിൽ കച്ചേരി നടത്താൻ എനക്കെന്നെ പൈത്യമാ? മീനാറുന്ന ഓടകളിൽ ഒഴുക്കാനുള്ളതല്ല സംഗീതം, തെരിയുമാ? എന്ത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വരും? ഞാൻ എന്നെ ഡപ്പാങ്കൂത്ത് പാട്ടുകാരനാ. സംഗീത സാമ്രാട്ട് രാഗസാഗരം ബാലസുന്ദരമൂർത്തി അവിടെ പാടാൻ വരണം, അല്ലേ? എന്നാ തിമിര്! കോളനി ആളുകൾക്ക് എന്റെ കച്ചേരി കേട്ടാലേ ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ മറ്റന്നാ സ്വാധീരുന്ന ഹാളിൽ എന്റെ കച്ചേരി ഉണ്ട്. 500 രൂപ ടിക്കറ്റ്. അവിടെ വന്ന പുറത്ത് നിന്ന് കേൾക്കാം. അത് മതി നിങ്ങൾക്ക്. പോങ്കോ പോങ്കോ. ഇനിമേ ഇന്റെ പക്കം തലയോട്ടക്കൂടാതെ ക്ഷമിച്ചു. ഞാൻ കാരണമാണല്ലോ ആ ഭാഗവതരുടെ വഴക്ക് കേൾക്കേണ്ടി വന്നത്. മുസ്തഫക്ക വിഷമിക്കണ്ട, ആ ഭാഗവതരുടെ വരും. ആ ഭാഗവതരെ അടിച്ച് ഫിറ്റാക്കി ചാക്ക് കെട്ടിക്കൊണ്ടുവരണം. കച്ചേരി പാടുമ്പോ കുറച്ച് വെള്ളി വീണാലും തിരക്കില്ല. എന്തേ? അതെ, ഭരതം പറഞ്ഞതാ. കച്ചേരി നടക്കും. കാര്യങ്ങൾ ഒരുക്കിക്കോ. എന്നാലും ഒരു ടൈം ഫിക്സ് ചെയ്ത ടൈം ആയിരിക്കണം. ഞാൻ 10:30 മണി സമയം വെച്ചാ എന്റെ കാര്യങ്ങൾ റിപ്പയർ ചെയ്ത്. ഇപ്പൊ അതെല്ലാം ഫാൾട്ടായിരിക്കണം. സ്വാമി, അത് CM നേരത്തെ പറഞ്ഞിരുന്നത് 10:30 വരാമെന്നായിരുന്നു. ഇപ്പൊ വിളിച്ചു പറഞ്ഞു 7:30 തന്നെ എത്താമെന്ന്. അതുകൊണ്ടാ. CM ആവുമ്പോ എന്നേക്കാൾ ബിസി ആയിരിക്കും. എങ്കിലും നല്ല കൂത്ത് തന്നെ. ഏതായാലും പോവുക, അല്ലാതെ എന്താ ചെയ്യാ? ഏയ്, വണ്ടി എന്താ ഈ വഴിക്ക്? മിണ്ടരുത്, കേറ്റിക്കളയും. കടങ്ങളെ അത് നിന്റെ തന്ത. മിണ്ടിപ്പോവരുത്. എന്താ മിസ്റ്റർ ഇത്? എങ്ങോട്ടാ നിങ്ങൾ? കോളനിയിലേക്ക്, ചാത്തൻ കോളനി. ഇന്ന് അവിടെയാ തന്റെ കച്ചേരി. ഇല്ല, ഞാൻ വരില്ല. ഞാൻ പാടില്ല. മുടിയാനല്ലെങ്കിൽ നിന്റെ തന്ത പാടും. ക്ഷമിക്കണം, ഒരു വാശിപ്പുറത്ത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ക്ഷമിക്കുകയോ? കൊള്ളാം. നിങ്ങളാ എന്നോട് ക്ഷമിക്കേണ്ടത്. ഇങ്ങനെ ഒരു കച്ചേരി ജീവിതത്തിൽ ആദ്യമാ. കോളനിയിലുള്ളവരും മനുഷ്യരെ സ്വാമി. പാട്ട് കച്ചേരിയൊക്കെ കാശുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളല്ലോ. ശരിയാ, 100% ശരിയാ. കച്ചേരിയുടെ കാശ കുറവാണെന്നറിയാം, എങ്കിലും ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട്. വേണ്ട, ഇവിടെ പാടിയിട്ട് കാശിനേക്കാൾ വലിയ 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന് മനസ്സ് നിറഞ്ഞു, 2 കണ്ണു തുറന്നു. 500 രൂപ പാസ് എടുത്ത് കച്ചേരി കേൾക്കാൻ വരുന്ന കേവന്മാരെക്കാൾ ആസ്വാദന ശേഷിയുണ്ട് ഇവിടത്തെ ഈ പാവങ്ങൾക്ക്. അതിനങ്ങോട്ട് നന്ദി പറയുന്നു. അപ്പടി താനേ കോകില? ആലോചന ആരാ കിഡ്നാപ്പ് ചെയ്തത്? കിഡ്നാപ്പോ? എന്നെയോ? എന്നെ ആരുമേ കിഡ്നാപ്പ് ചെയ്തില്ല. ഇവിടെ പാടാമെന്ന് ഞാൻ നേരത്തെ സമ്മതിച്ചിരുന്നതാ. ആ, അവിടെ 10:30 കച്ചേരി. സമയത്തിന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. തുറന്നു പറയാമല്ലോ, മനസ്സിന് സന്തോഷമായി. ഇത്ര നല്ല സദസ് ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. വരട്ടെ. ഓ, മിടുക്കൻ. ഭരത, ആ മഹാലക്ഷ്മി ബസിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. അയാൾ ഇന്നലെ മുഴുവൻ പുറകെ നടക്കുകയായിരുന്നു. മൂളിയാ പോരാ, എന്തേലും ചെയ്തിട്ട് വേണം ബാക്കി കാശൂടെ മേടിക്കാൻ. എങ്കിലേ ഞങ്ങൾക്കും ഒരു ഗതിയുള്ളൂ. അതെ.
പവനിപ്പോ എത്രയാ വില? എടോ പവനില്ലേ പവൻ, ഗോൾഡ്, അതിനിപ്പോ എത്രയാ വിലയെന്ന്? ഓ പവൻ അതിപ്പോ 3500 മുകളിലേക്കാ. അതിപ്പോ പണിക്കൂലി തേങ്ങാക്കൂലി എല്ലാം കൂടെ 10,000-4,000 രൂപ വരും. ആ എന്നാലത് ചീപ്പാണ് കേട്ടോ. 6000-നും 7000-നും വലിയ പവനുണ്ടെന്നാണ് കേൾക്കണേ. മറ്റന്നാ ശാരദയുടെ കല്യാണം, മാല വാങ്ങണം 2.5 പവൻ. ആ കതിരുകാരൻ തന്ന 5000 രൂപ മാത്തച്ഛന്റെ സ്വർണ്ണക്കട കൊടുത്തര്. ബാക്കി 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറ. ദേവസേട്ടാ ഒരു ഹാഫ് കൂടെ പോരട്ടെ. ദേ ഹാഫ് വേണ്ട, അത് ഫുൾ ആയിക്കോട്ടെ. ഉള്ളോ? ആ പിന്നെ നമ്മളുണ്ടാവില്ലേ. അങ്ങനെ അങ്ങോട്ട് ഒതുങ്ങി പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഒന്ന് ഒതുങ്ങിക്കണം. ഇവിടെ വരയ്ക്കണേ. ഗോപി, ഉണ്ടയാ വിട്ടുപോ. അത് വേണോ? വേണം. ഇവിടെ അങ്ങനെ ഒരു സ്റ്റോപ്പില്ല, കൊണ്ടേ തന്നെ നിർത്തുന്നില്ല. ആരാണോ ചോദിക്കാൻ? ആ ചാത്തൻകൊല്ലയിലെ ഇവിടെ അറിയിക്കോ. ഗുണ്ടയാണേലും ജീവനി കൊതിയുണ്ടേ. ഇനി എന്നെ ഒന്നും അല്ല, പിന്നെ സ്റ്റോപ്പിൽ നിർത്താത്തത്? ഇനി നിർത്തിക്കോളാം. ഇയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 60,000. എപ്പോ കൊടുക്കും? 2 ദിവസം ഞാൻ കൊടുക്കാം. കൊടുക്കുമല്ലോ? കൊടുക്കാം. തീർച്ചയാണല്ലോ. വേണ്ട, നല്ലൊരു വെളുക്കത്തിരി മതി, അത്രയൊക്കെ വെളുത്താ മതി. അയ്യോ പറഞ്ഞ കേശന്നെ എന്തത്? ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, സദ്യ ഗംഭീരമാക്കണം. എന്തോന്ന് അടിപിള്ളാരെ ചിരിയും ബഹളവും ഒക്കെ? നാളെയല്ലേ കല്യാണം, അതിനിപ്പോഴും എന്തിനാ മുഖത്ത് വെള്ളം പൂശുന്നേ? ചിരിയും ബഹളവും ഒന്നും പുറത്ത് കേട്ടു പോകരുത്, പറഞ്ഞേക്കാം. ഒരട്ടകാസവും ചിരി. ഇനി പോയി മോൻ കഴിക്കോളൂ. ശാരദ, ഹായ് ഭരതേട്ടൻ. അവിടെ വന്ന് പറയണമെന്ന് കരുതിയതാ. സാരമില്ല, ഞാൻ അറിഞ്ഞല്ലോ. നാളെ കല്യാണത്തിന് ഭരതേട്ടൻ വരണോ? നീ പറ. വരണം, ഭരതേട്ടൻ ഉണ്ടാവണം. എങ്കിൽ ഭരതേട്ടൻ വരും. ആര് വെറുത്താലും മോൾ എന്നെ വെറുക്കരുത്. ഇതെന്തിനാ ഭരതേട്ട? മോൾ ചിരിക്കട്ടെ, ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങും. അമ്മ അറിഞ്ഞ? ആരും അറിയില്ല. പക്ഷേ കല്യാണത്തിന് മോളിത് കഴുത്തിലിടണം. ഏട്ടനത് കാണണം. എന്റെ കുട്ടിക്ക് നല്ലതേ വരും. ശാരദേ, ദാ വരുന്നു. അമ്മ ഇങ്ങോട്ട് വരും. ഏട്ടൻ പോയിക്കോളൂ, നാളെ കല്യാണം. എടാ, മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. തെമ്മാടി റൗഡിയായി ചന്ത നടക്കുന്നവരെ ചന്ത നിന്നാ മതി. മാനം കെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? വിജയം കണ്ടു. ഇനി ഇതിന്റെ പേരിൽ അനുഭവിക്കുന്നത് എന്റെ മോളാ. അവിടെ ജീവിതം തകർക്കണം. അല്ലട നിനക്ക് പോകാൻ. പോകുന്നുണ്ട് നീ?
തെമ്മാടി, റൗഡി, അതാ ഭരതൻ. ഈ ചന്ത അങ്ങാടിയും ചാലക്കടയൊക്കെ ഭരതനെ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം പെങ്ങളുടെ കല്യാണം പോലും കാണാൻ പറ്റാത്ത തെണ്ടി. ആശാനെ വാ, വീട്ടിലേക്ക് പോവാ. ആരും എന്നെ പഠിക്കാൻ വരണ്ട, പോവാൻ. നാട്ടുകാരും വീട്ടുകാരും കേടിയെന്ന് കാണുന്നെങ്കിൽ കേടി, ആരുമില്ലാത്ത ഒറ്റയാൻ. മഹാലക്ഷ്മിയെ കൈകാര്യം ചെയ്തപ്പോ മൊത്തം 10,000 അവന്റെ കയ്യിൽ വന്നത്. തുക ചെറുതായിരിക്കാം, പക്ഷേ ഭരൻ ശരിക്കും വെട്ടുകാരന്റെ മോനായി, ദാതയായി. ഇനി അവൻ ആൽമരം പോലെ വളരും. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ 1 മാസത്തിനകം മലമറിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് എന്തായി? വെള്ളം അടിച്ച് ചോരന്ന് തട്ടിവിടും. ഒന്നും നടക്കത്തില്ലെന്നേ ഉള്ളൂ. ശരാ, ഇത് നല്ല കൂത്ത്. എന്റെ തലയിൽ കൂടെ വണ്ടി ഒന്നും ഓടുന്നില്ല നിന്നെ കൊമ്പത്ത് കെട്ടിയിരുത്താൻ. ദാത എന്ന 2 അക്ഷരം കടലാസിൽ എഴുതി ആരേലും വായിലോട്ട് വെച്ച് എന്നിട്ട് അത് വിഴുങ്ങിയാൽ ദാതയാവത്തില്ല. ദാതയാവണേ എന്റെ മോൻ ഇവിടെ എന്തെങ്കിലും കാണിക്കണം, അല്ലടാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കീറിയിട്ട് എന്ത് കാര്യം? വെട്ടുകാരന് കൊടുത്ത പോലെ അല്ലേലും അതിന്റെ അടുത്തൂടെ പോകുന്ന ഒരു പണി. ഏത്? തോളി കൈയിട്ട് മറ്റേ പണി, അതേ അവൻ്റെ അടുത്ത് നടക്കത്തുള്ളൂ. ഇതുവരെ ഇത് പറയാതിരുന്നത് വേണ്ടാന്ന് കരുതിയിട്ട് തന്നെ. ഇപ്പൊ ബസ്സുകാരെ തല്ലിന്നും എല്ലൊടിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോ പറയുന്ന തന്നെ ബുദ്ധിയം തോന്നി. ഞാൻ എങ്ങനെയാണെന്ന് എന്റെ ഭാര്യ അറിഞ്ഞിരിക്കണം. കല്യാണത്തിനാരാ ഭരതനെ ക്ഷണിച്ചത്? അമ്മയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നീയല്ലേ? എനിക്കിഷ്ടമില്ലായിരുന്നു. ആ, എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ വീടിന്റെ മുറ്റത്ത് അയാളെ ഞാൻ കാണരുത്. അങ്ങനെ ഒരു ഗുണ്ട എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞാലൊക്കെ ഭേദം ഞാൻ അയാളുടെ പണി തുടങ്ങുന്നതാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ ഭരതൻ എന്നുള്ള പേരങ്ങ് മറന്നേക്ക്. ഹലോ, ഇരിക്ക്. ഇത് മനസ്സിലായി. ഞാനൊരു കാപ്പി കഴിക്കാൻ വന്നതാ. വരട്ടെ. ആരാത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അന്നത്തെ ആ കച്ചേരി. ഓ, ചാത്തങ്കോളിന്റെ അടുത്തോ? ഇല്ല. ഇനി എത്ര ദൂരം വരും? ചാത്തങ്കോളനിയിലെ ഒരു ഭരതൻ. ആ, ഭരതൻ അല്ല, അവിടെ ഉണ്ടാവോ? അറിഞ്ഞൂടാ. ഇതാ കോളനി, ഇറങ്ങിക്കോ. എത്ര പൈസയായി? 50 രൂപ. 50 രൂപയോ? മീറ്ററിൽ 28 രൂപ 40 പൈസ. മീറ്ററിൽ അങ്ങനെ പലതും കാണും. 50 രൂപ എടുക്ക്, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. അതെങ്ങനെ 28 ഉറുക്കൊക്കെ 50 ഉറുക്ക തരിക? കാശ് എടുക്കണോ, നിന്ന് വാചടിക്കാതെ. എന്നതാ പ്രശ്നം? അതെ, ആകെ 8.5 കിലോമീറ്ററേ പോന്നിട്ടുള്ളൂ. മീറ്ററിൽ 28 രൂപ 40 പൈസ കാണുമ്പോ ഇയാൾ 50 രൂപ ചോദിക്കുക. എടാ കൊച്ചനെ, മുഴുവൻ വളർച്ച എത്തിയില്ലല്ലോ, അതിനു മുമ്പ് പിടിച്ചു പറയാ തുടങ്ങിയോ? പിടിച്ചു പറയൊന്നുമല്ല, ന്യായമായിട്ട്. പാളി, അയാള് തരുന്ന കാശെണ്ണി മേടിച്ചോണ്ട് വേഗം സ്ഥലം വിട്ടോണം. ഇതേതാ സ്ഥലം എന്നറിയാമോ? ഇതാ 28 രൂപ 40 പൈസ. വേഗം പോക്കോ. ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണോ താൻ ഓട്ടോയെ കയറുന്നേ? അല്ല, എന്താ? അല്ല, ഓട്ടോക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ തോന്നി. ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ആരെ? ഇവിടെ ഇല്ലേ ഒരു ഭരതൻ? എന്നാത്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഷാപ്പി കാണും. ഞാൻ ഉദ്ദേശിച്ച ഭരതൻ ഇവിടെ ഒരു ഭരതനേ ഉള്ളൂ. വെട്ടുകാടൻ എന്നൊരു. ചേടാ, ഇയാള് വലിയ ശല്യമായല്ലോ. അവിടെയാ ദേവസ്വയുടെ ഷാപ്പ്, അവിടെ ചോദിച്ചാൽ അറിയാം. ചെല്ല്. വലിയ ഉപകാരം. ഓ, വലിയ ഉപാളം. എന്താ? ഭരതൻ വന്നിട്ടില്ല. എന്താ കാര്യം? അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അത് ഭരതൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ തട്ടുപാലത്തിന് കീഴെ കാണും. എവിടെയാ ഇതൊക്കെ? ഇവിടുന്ന് കിഴക്കോട്ട് കുറച്ച് നടന്ന് ചോദിച്ചാ മതി, ആരും പറഞ്ഞു തരും. എന്നാ വരട്ടെ. എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഈ ഭരതനെ അന്വേഷിച്ച് ഇറങ്ങിയ ദിവസം നല്ലാൻ തോന്നുന്നു. ഇനി എവിടെ പോയി നോക്കാൻ?
ഇവിടെ പോയി അന്വേഷിക്കാനാ അവൻ നിന്റെ ആരാ? എന്റെ ആരല്ല പിന്നെ? ഒന്ന് ചുമ്മാ കാണാനേ എന്താടോ ബാഗില്? ഒന്നുമില്ല. ഇതുകൊണ്ട് കുത്തിയെടുത്താൻ ചാവോ? എന്നാ ബാഗിങ്ങതാ, അകത്ത് എന്നാന്ന് ഞാൻ നോക്കട്ടെ. താൻ തരില്ല. അങ്ങോട്ടന്നെ ഇത് മുഴുവൻ ഭരതന അല്ലേടാ? എങ്കി അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട. എന്താ പ്രശ്നം? ഞാൻ തരാം. എന്നെ കാണാൻ വരുന്നവർ എന്നെ കണ്ടാ മതി. ആ കാശങ്ങ് തിരിച്ചു കൊടുക്കും. കൊടുക്കണം. ഭരതാ, ഇത് രണ്ടാം വട്ടമാ. ഞാൻ എണ്ണുന്നുണ്ട്, നീ എണ്ണിക്കോ. ഓ, എണ്ണുന്നുണ്ട്. പോ പോ. വരികടാ. പോടാ. 1,00,000 രൂപ. 11 മാസമായി കാശ് കൊടുത്തിട്ട്. കാശ് കൊടുത്തപ്പോ 2ാം മാസം ചിട്ടി പിടിച്ചിട്ട് തരാന്ന് പറഞ്ഞു. 5ാം മാസം ചെന്നപ്പോ പറഞ്ഞു ഇനി കിട്ടുമ്പോ തരാന്ന്. ഇത് 11ാം മാസാ. ഇന്നലെ ചെന്നപ്പോ പറഞ്ഞു താൻ പോയി കേസ് കൊടുത്തോളാൻ. അയാളുടെ മോളെ കെട്ടിക്കാൻ സഹായിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്. എങ്കിൽ കേസിന് പോവാന്ന് കരുതി വക്കീലിന്റെ അടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞു കേസ് കൊണ്ട് ഇനിയും കാശ് ചെലവാകാമെന്നല്ലാതെ ഒന്നും കിട്ടാൻ പോലില്ല. അപ്പോ വക്കീലും പറഞ്ഞ വഴിയായത്. താൻ പറയുന്ന മുഴുവൻ സത്യമാണോ? ഉവ്വ്. അല്ലെങ്കിൽ തന്നെ ഒടിച്ചു മടക്കി ഈ ബാഗിനകത്താക്കും. ഓ, മനസ്സിലായോ? ഉവ്വ്. എന്താ അവന്റെ പേര്? അരവിന്ദാക്ഷൻ. 1,00,000 രൂപ കൊടുത്തെങ്കിൽ 1,15 ലക്ഷം തിരിച്ചു കിട്ടണം. 1,15 ലക്ഷമോ? അതെ. അതെന്തിനാ? എടോ, 25,000 രൂപ തന്റെ ഈ 11 മാസ അലച്ചിലിന്റെയും നാണക്കേടിന്റെയും അവന്റെ ചതിയുടെയും നഷ്ടപരിഹാരം. മനസ്സിലായോ? ഉവ്വ്. ഇതെന്താ, ബന്ധുവല്ലോ? ഏയ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മണി 10 ആയുള്ളൂ. ഏത് കഴിവേറുകളായി വേല കാണിച്ചത്? ഇറങ്ങി പറ, എടുത്തു മാറ്റാം. ശരി, മാറ്റാം. സഹായിക്കണോ മുതലാളി? കൊച്ചനെ ഇതുണ്ടോ? കേറ്റിക്കളയും ഞാൻ. ദേ ഇത് കണ്ടോ, പെട്രോളാ. നിന്റെ മാരുതിയുടെ പുറത്തോട്ട് ഇതങ്ങ് ഒഴുക്കും. പിന്നെ ഒരു തീപ്പട്ടിയുടെ പ്രശ്നമേ ഉള്ളൂ. ഇതുപോലെ. അയ്യോ, അത് വേണ്ട. എങ്കിലെടുക്ക്. 1,15 ലക്ഷം രൂപ. 1,15 ലക്ഷം രൂപ? മറന്നു കാണും. ഒരു കടം. കുമാരൻ നായരെ, എന്താ? ഇയാളോട് വാങ്ങിച്ച 1 ലക്ഷം രൂപയും പലിശ 25,000. മനസ്സിലായോ? ഇതിൽ എത്ര ഉണ്ട് മുതലാളി? 1 ലക്ഷം. 1 ലക്ഷം. അപ്പൊ ബാക്കി 25,000 എന്ത് ചെയ്യും? ഇങ്ങി വന്നേ. ഇയാളുടെ വാച്ച് മാല ഒന്ന് അയച്ചെടുത്തേ. കംപ്ലീറ്റ് അയച്ചോ? അനുകൂലവൻ കത്തിമലി ഞാൻ നിർത്തും. ഇപ്പോ 1,15 ലക്ഷം തികയും അല്ലേ മുതലാളി? ആ കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തര്. ഇനി വന്നേ. വേണം. ഒരുപാട് പേരെ പറ്റിച്ചുണ്ടാക്കിയ കാശാണെന്നറിയാം. പിന്നെ സ്ഥലം സർക്കിൾ തന്റെ ബന്ധുവാണെന്നും അറിയാം. കൂടുതൽ മിടുക്കനാകാൻ ശ്രമിക്കണ്ട. ഞാനിവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതാ കറക്റ്റ് സമയം. കുമാരൻ നായർക്ക് വേണ്ടി ഭരതൻ അരവിന്ദാശ്രമന്റെ ബാഗ് തട്ടി. അരവിന്ദാശ്രം പോലീസിൽ പരാതിപ്പെടും. ടൗൺ സിഐയുടെ ബന്ധുവാ. അതിന്റെ കൂടെ നമ്മളും സിഐക്ക് 5ഓ 10ഓ എറിഞ്ഞ ഭരതൻ കുറെ നാൾ അഴിക്കുള്ളി കിടക്കും. എന്താ? അത് ശരിയാ. സിഐ ടൗണിൽ നിന്നാവുമ്പോ SI മേനോന് വായും മൂടി ഇരിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്കും കുറച്ച് കാശ് സിഐക്ക് അറിയാം. വാ.